ഗുഡ് മോർണിംഗ് മായ. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഓരോ പുതിയ പ്രഭാതം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്, പുതിയ സ്വപ്നങ്ങളുടെയും സാധ്യതകളുടെയും ഒക്കെ തുടക്കം അല്ലേ? അതെ, മായ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ചടികളെ ഉൾക്കൊണ്ട് അനുഭവങ്ങളുടെ കരുത്തോടെ മുന്നോട്ട് പോവുക, ഈ ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമല്ലേ മായ? അതെ, ശരിയാണ്. നിരവധി വാർത്തകൾ നമ്മൾ ഈ വരും മണിക്കൂറുകളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മാസപ്പടി കേസിലെ തുടർ നടപടികൾ, ഇനി EDയുടെ തുടർ നീക്കം എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പം മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് നടന്നു. ആ സാമ്പത്തിക തട്ടിപ്പിലെ GST റിപ്പോർട്ട് അതിന് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ പോവുകയാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മെസ്സിയെ എത്തിക്കുമെന്ന് പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ GST റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. 4 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. മുട്ടിൽ മരമുറി കേസിൽ ചോറ്റാനിക്കര കോടതിയുടെ അധികാരപരിധി ചോദ്യം ചെയ്ത് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയിൽ ഇന്ന് ഉത്തരവുണ്ടാകും. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാക്കണമെന്ന ആൻഡോയുടെയും ജോസ് കുട്ടിയുടെയും അപേക്ഷയിലും ഉത്തരവ് പറയും. CMRL എക്സാലോജിക് കേസിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED ഉടൻ നോട്ടീസ് നൽകും. അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നത് പ്രതിരോധിക്കാൻ CPM. രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട്. ആദിവാസി ഊരുകളിൽ ഓണത്തിന് നൽകി വന്ന 1000 രൂപ UDF സർക്കാർ നിർത്തലാക്കിയതിൽ വിശദീകരണവുമായി മന്ത്രി KA തുളസി. ധനസഹായത്തിന് പകരം ഓണക്കോട് നൽകുന്നത് ഗോത്ര വിഭാഗക്കാരുടെ ആവശ്യം പരിഗണിച്ചാണെന്നും രേഖാമൂലം അവർ എഴുതി തന്നിട്ടുണ്ടെന്നും മന്ത്രി അമൃത ന്യൂസിനോട്. ആദിവാസി മേഖലയിലെ മൊബൈൽ മാവേലി സ്റ്റോറുകൾ പദ്ധതി മറ്റന്നാൾ അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഇനി വള്ളംകളി ആവേശം. നെഹ്റു ട്രോഫി ജലമേള നാളെ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികൾ. തുഴയെറിയുന്നത് 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങൾ. തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളുമായി പോയ കാമറൂൺ പതാകയുള്ള ചരക്കു കപ്പൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയതായി റിപ്പോർട്ട്. കപ്പലിലെ 10 അംഗ ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാർ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സെമി ലക്ഷ്യമിട്ട് ഇന്ത്യ. വനിതാ ഡബിൾസിൽ ട്രീസ ഗായത്രി സഖ്യത്തിനും പുരുഷ ഡബിൾസിൽ ചിരാഗ് സാത്വിക് സഖ്യത്തിനും ഇന്ന് ക്വാർട്ടർ പോരാട്ടം. ലോകകപ്പ് ഹോക്കി വനിതാ വിഭാഗത്തിന്റെ 2ാം റൗണ്ട് പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. മത്സരം രാത്രി 9:30 മുതൽ. മായ, അപ്പോൾ ഇന്ന് തുടക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത് ഈ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനൻ ടീമിനെ കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നികുതി വെട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. GSTയുടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുള്ളതാണ് നിർണായകമായി വരുന്നത്. അപ്പോൾ പന്തിനി മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. നമുക്കറിയാം മെസ്സി ഇതൊന്നും അറിയുന്നില്ല, പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് മെസ്സിയാണ് അല്ലേ? അതെ, നിരവധി സാമ്പത്തിക തട്ടിപ്പുകളാണ് ഓരോ ദിവസവും ഇതിന്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ഉണ്ട്. രജിത്തിനോട് ചോദിക്കാം. രജിത്ത്, റിപ്പോർട്ട് നേരത്തെ കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ളതാണ്. അതിനി മുഖ്യമന്ത്രിയിലേക്കാണ് എത്തുന്നത്. ഇനി മുഖ്യമന്ത്രി എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകമായി വരുന്നത് അല്ലേ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് മായ ആൻഡ് ഐശ്വര്യ. നമുക്ക് ഈ GST തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. 126 കോടി രൂപയാണ് ഈ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് ഇതിനായി അടയ്ക്കുന്ന ഈ അർജന്റീനൻ ടീമിനെയും അതുപോലെ തന്നെ മെസ്സി ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അതിന് 126 കോടി രൂപ അയക്കുകയും ചെയ്തു. എന്നാൽ 22 കോടിയോളം രൂപ ഇത് GST ആയി സംസ്ഥാനത്ത് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അത് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് കാഞ്ഞങ്ങാടുള്ള GST ഇൻ്റലിജൻസ് ഓഫീസറാണ് ഈ തട്ടിപ്പ് ആദ്യം കണ്ടെത്തുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്ന ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. അതിനുശേഷം വന്ന പുതിയ ഇൻ്റലിജൻസ് ഓഫീസറും ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും അതുപോലെ തന്നെ സ്പോൺസർമാർക്കുമെതിരെ
നോട്ടീസ് നൽകിയെങ്കിലും അവർ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അന്വേഷണം എങ്ങും എത്താത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്നു. തുടർന്നാണ് ഇത് വലിയൊരു ഈ തട്ടിപ്പ് നടന്നതായും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കും പോകുന്നത്. ഇപ്പോൾ 3 അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ ഇവർക്ക് ചാർജ് മെമ്മോ അടക്കം നൽകിയിട്ടുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ്. ഇനി ഒരാൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പിൽ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെയുള്ള നടപടികൾ ചാർജ് മെമ്മോ അടക്കം ഇതിനോടകം തന്നെ GST കമ്മീഷണർ നൽകിയിട്ടുണ്ട്. GST പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടിയിലേക്ക് കടന്നത്. റിപ്പോർട്ട് GST കമ്മീഷണർക്കും സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് ഇനി മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയിലേക്കാണ് ഈ നികുതി തട്ടിപ്പിൻ്റെ റിപ്പോർട്ട് എത്തുന്നത്. അദ്ദേഹം ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ശരിക്കും അറിയേണ്ടത്. നിലവിൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇതിലൂടെ നടന്നിരിക്കുന്നതെന്നാണ്. 22 കോടിയോളം രൂപ സംസ്ഥാനത്ത് നികുതിയായി ലഭിക്കേണ്ട തുക തട്ടിക്കുകയും ഒപ്പം തന്നെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് തുക അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഹവാല ഇടപാടുകളടക്കം അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളും വിജിലൻസിൻ്റെയും ഒപ്പം തന്നെ മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഉണ്ടാകും. അതിന് പ്രത്യേക സംഘത്തെയൊക്കെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ ഇപ്പോൾ GST കമ്മീഷണറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്വേഷണ സംഘം GST കമ്മീഷണർക്ക്. അത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകും. ഇനി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് അറിയേണ്ടതാണ്. ശരി, അത് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി എന്ത് ഇതിൽ നിലപാടെടുക്കുമെന്നുള്ളതാണ്. മറ്റേതെങ്കിലും രീതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട്. എന്തായാലും രജിത്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിയത്. അടുത്തു വരുന്ന വാർത്ത മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത് മുട്ടിൽ മരമുറി കേസിൽ ചോറ്റാനിക്കര കോടതിയുടെ അധികാര പരിധി ചോദ്യം ചെയ്ത് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയിൽ ഉത്തരവ് ഇന്ന് ഉണ്ടാകും. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാക്കണമെന്ന ആന്റോയുടെയും ജോസ്കുട്ടിയുടെയും അപേക്ഷയിലും ഉത്തരവ് പറയും. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന തീയതി സംബന്ധിച്ചും തീരുമാനമുണ്ടാകും. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് കെ പ്രശാന്താണ്. അപ്പോൾ കെ പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ കൊടുത്ത വാർത്ത മെസ്സിയുടേതാണ്. അതിലും അഗസ്റ്റിൻ സഹോദരന്മാർക്ക് പങ്കുണ്ട്. ഇപ്പോൾ ഇതാ മുട്ടിൽ മരമുറി കേസിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു കേസിൻ്റെ ഒരു ഗതി എങ്ങനെയാണ്? ഇന്ന് ഈ കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ തീരുമാനങ്ങളാകും എടുക്കാൻ സാധ്യത? ഗുഡ് മോർണിംഗ് ഐശ്വര്യ, മായ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വിഷയങ്ങളാണ് ചോറ്റാനിക്കരയിലെ കോടതിക്ക് മുൻപിലേക്ക് ഉള്ളത്. ഒന്ന് വിചാരണയുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് ഇതിൻ്റെ വിചാരണ നടപടികളും അതുപോലെ കുറ്റപത്രം വായിച്ച് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകുക എന്നുള്ളതാണ്. ഈ 2 ഹർജികളാണ് പ്രധാനമായും കോടതിക്ക് മുൻപിലുള്ളത്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹർജികൾ അനുവദിക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ആ നിലപാട് തന്നെ ഇന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവർത്തിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിചാരണ നടപടികൾ നടത്തിക്കൊണ്ടുപോകാനും വിസ്താരം നടത്തിക്കൊണ്ടുപോകാനും മജിസ്ട്രേറ്റ് കോടതിക്ക്, ചോറ്റാനിക്കര കോടതിക്ക് അനുമതിയില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ്. ആ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഒഴിവാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ഹൈക്കോടതി ആ ഹർജികൾ തള്ളുകയാണ് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിചാരണ കോടതിയിലെ ഇത്തരം അനുമതികൾ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെച്ചത്. ആ കാര്യം കോടതി നിരാകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കോടതിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവർ നേരിട്ട് ഹാജരാകുന്നില്ല. കഴിഞ്ഞ 2 തവണയായി കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ നൽകിയതാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 2 സഹോദരന്മാർ, റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായത്. മറ്റ് 2 സഹോദരന്മാർ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും കോടതിക്ക് മുൻപിലേക്ക് ഈ കേസ് വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുമതിയുള്ള മരങ്ങളാണ് മുറിച്ചതെന്ന് കാണിച്ചുകൊണ്ട് ചോറ്റാനിക്കരയും അതുപോലെ അമ്പലമേടുള്ള ഒരു വ്യവസായിയിൽ നിന്ന് പണം വാങ്ങി അയാളെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഈ വഞ്ചന കേസായി നിലനിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസെടുക്കുകയും തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. ഇന്ന് ഈ കോടതിയിൽ നിന്ന് എന്ത് നിലപാട് ഉണ്ടാകും എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്നും ഹാജരാകാത്ത നിലപാടുണ്ടാവുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാകും. തുടർ നടപടികൾ ഉണ്ടാകാനുള്ള മറ്റ് നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഐശ്വര്യ. ശരി, എന്തായാലും കോടതിയിൽ നിന്ന് ഈ ഉണ്ടാകുന്ന നടപടി എന്തായാലും അത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. പ്രശാന്താണ്
വിവരങ്ങൾ നൽകിയത്. മായ, നമുക്ക് ഈ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മെസ്സിയുടെ പേരിലെ തട്ടിപ്പ്, ഇപ്പോൾ മുട്ടിൽ മരമുറി കേസിലെ തട്ടിപ്പ്, ഈ തട്ടിപ്പും വെട്ടിപ്പുമാണ് നമുക്ക് ആദ്യമേ വരുന്ന വാർത്തകളല്ലേ. അതുമായി അതേ സ്വഭാവമുള്ളൊരു മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ഫെമ കുറ്റം ചുമത്തും. ആകെ 20.5 കോടി രൂപയുടെ ഇടപാടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നത് പ്രതിരോധിക്കാൻ CPM രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് രജിത് കുമാറുമുണ്ട്. ഒപ്പം മലപ്പുറത്ത് നിന്ന് TK അരവിന്ദനും ചേരുന്നുണ്ട്. ആദ്യം രജിത്തിലേക്കാണ്. രജിത്ത്, ഈ വലിയൊരു തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തു വന്നത്. നിരവധി കണ്ടെത്തൽ, വീണയ്ക്കെതിരായ നിരവധി കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED അല്ലേ? ഇനി എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം? തീർച്ചയായും എക്സാലോജിക് അതുപോലെ തന്നെ CMRL ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പ്രധാനമായും ആദ്യം ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലെ റെയ്ഡുകളടക്കം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കൂടുതൽ തുകയിൽ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 20.05 കോടി രൂപയുടെ തട്ടിപ്പ് ആകെ നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അത് ഫെമ ചട്ട ലംഘനമാണ് എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫെമ കുറ്റം കൂടി വീണയ്ക്കെതിരെ ചുമത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിക്കാനാണ്. അടുത്ത ആഴ്ചയിലേക്ക് വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയാണ്. അതിന് നോട്ടീസ് നൽകുകയും ചെയ്യും. പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളും മൊഴികളും വീണയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ CMRLന്റെ കർത്തായെ ചോദ്യം ചെയ്തതിൽ നിന്നും കർത്താവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് തുക കൈമാറിയിട്ടുള്ളത് എന്ന കാര്യം ഇതിനോടകം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് എതിരെയുള്ള കുരുക്ക് അത് മുറുകുകയാണ് എന്ന് തന്നെയാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുക. കാരണം ഫെമ കുറ്റം കൂടി ചുമത്തുന്നതോടുകൂടി ഇവിടെ നിന്നും തുക അയക്കുന്നതിൽ വലിയ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ വീണയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നാണ്. അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ട് അന്വേഷണ പാർട്ടിയും. ഒപ്പം തന്നെയാണ് ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ആദിവാസി ഊരുകളിൽ ഓണത്തിന് നൽകി വന്ന 1000 രൂപ ഈ UDF നിർത്തലാക്കി എന്ന വാർത്തകൾ ഇപ്പോൾ തള്ളുകയാണ് മന്ത്രി KA തുളസി. ധനസഹായത്തിന് പകരം ഓണക്കോടി നൽകുന്നത് ഗോത്ര വിഭാഗക്കാരുടെ ആവശ്യം പരിഗണിച്ചാണെന്നും രേഖാമൂലം അവർ എഴുതി തന്നിട്ടുണ്ട് എന്ന് മന്ത്രി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഓണക്കോടി പദ്ധതിയാണ് പുനഃസ്ഥാപിച്ചതെന്നും മന്ത്രിയുടെ വിശദീകരണം. ആദിവാസി മേഖലയിലെ മൊബൈൽ മാവേലി സ്റ്റോറുകൾ പദ്ധതി ഞായറാഴ്ച അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ SC/ST വകുപ്പിലെ പദ്ധതികൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 60 വയസ്സ് മുതലുള്ള പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് 1000 രൂപ വീതം ഓണസമ്മാനം നൽകിയിരുന്നത്. സ്വന്തമായി അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്ക് വഴിയും അല്ലാത്തവർക്ക് SC/ST പ്രൊമോട്ടർമാർ വഴിയും രേഖകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5.28 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം സർക്കാർ അനുവദിച്ചിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1000 രൂപയ്ക്ക് പകരം ഓണക്കോടി നൽകാൻ തീരുമാനിച്ചതോടെ ശക്തമായ വിമർശനമുയർന്നു. പണത്തിനു പകരം ഓണക്കോടി നൽകുന്നതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ദളിത് സംഘടനകൾ ആരോപിച്ചു. എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളുകയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി KA തുളസി. തെറ്റായിട്ടുള്ള പ്രചരണം പല മേഖലകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത് പല മുതിർന്ന ആളുകളും ഗോത്ര വിഭാഗ മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് ഈ ഓണക്കോടി പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത് രേഖാമൂലം തന്നെ എഴുതി തന്ന ആളുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ഒരു വകുപ്പിന് ഒരു സർക്കാരിന് ചെയ്യാനായിട്ട് സാധിക്കുക. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ SC/ST പിന്നാക്കക്ഷേമ വകുപ്പിലെ പദ്ധതികൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വയം തൊഴിൽ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗക്ഷേമത്തിനായുള്ള 100 കോടിയുടെ പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ST വിഭാഗത്തിൽപ്പെട്ട ഒരു പദ്ധതി നമ്മുടെ പൂർത്തീകരിച്ച് നമ്മൾ ചെയ്യുമെന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 90 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പദ്ധതികളെയും പൂർത്തീകരിക്കാൻ തക്ക രീതിയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആദിവാസി ഊരുകളിൽ അവരുടെ പ്രദേശത്ത് തന്നെ മൊബൈൽ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത്
ഓണക്കാലത്ത് സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണ്. ഈ മാസം 23-ന് അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ആദിവാസികളുടെ ക്ഷേമത്തിനായി വലിയ പദ്ധതികൾ തന്നെയാണ് UDF സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പദ്ധതിയുടെയൊക്കെ ഉദ്ഘാടനം വരും ദിവസങ്ങളിലായിട്ടൊക്കെ നടക്കുമല്ലേ? അതെ, എന്തായാലും അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴും ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ. കാരണം ഈ ഒരു വിഭാഗത്തോടൊപ്പം കൂടെ നിൽക്കുക, അവരെ ചേർന്ന് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും വലിയൊരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ദേശീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംവരണ പരിഷ്കരണ വിഷയത്തിൽ ഇന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നതിന് അനുമതി നൽകിയെന്ന വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാജമാണെന്ന് ഡൽഹി പോലീസ്. ഓഗസ്റ്റ് 21-ന് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നതിന് ആർക്കും അനുമതി നൽകിയിട്ടില്ല. നിലവിൽ ജന്തർ മന്ദർ ഉൾപ്പെടുന്ന ന്യൂഡൽഹി ജില്ലയിൽ BNSS സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ തുടരുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കണമെന്ന് ഗവൺമെന്റ് സെക്രട്ടറിമാരുമായുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകലാശാലകളിലും യുവജനതയിലും കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ടാകണം നയരൂപീകരണം. പ്രതിരോധ വ്യവസായം കൂടുതൽ ശക്തിപ്പെടുത്തണം. AI സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഉത്തരവ് മാനിക്കുന്നതായി സമരക്കാർ. എന്നാൽ കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായി സർക്കാരിന്റെ വിശദീകരണം നൽകിയിട്ടില്ലെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്തവരെ വഞ്ചിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുമെന്നും ദേവേന്ദ്രനാഥ് മഹ്തോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചു. ഒഡീഷയിൽ കനത്ത മഴയും പ്രളയവും 6 ജില്ലകളിലായി 9.4 ലക്ഷത്തിലധികം പേരെ ബാധിച്ചു. ജാജ്പൂർ, ഭദ്രക്, ബാലസോർ, മയൂർഭഞ്ച്, കിയോൺജർ ജില്ലകളിലാണ് മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 1381 ഗ്രാമങ്ങളിൽ വെള്ളം കയറി. 3.7 ലക്ഷത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 48 മണിക്കൂർ കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിനി റീജിയണൽ റൗണ്ടപ്പിൽ പരിശോധിക്കാം. തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി രജിത് കുമാറും, മധ്യ കേരളത്തിൽ നിന്ന് KK പ്രശാന്തും, വടക്കൻ കേരളത്തിൽ നിന്ന് TK അരവിന്ദനും ചേരുന്നുണ്ട്. മായ, നമുക്ക് ആദ്യം രജിത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. രജിത്ത്, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ മറ്റെന്തൊക്കെ വാർത്തകൾ നമ്മളിന്ന് പ്രതീക്ഷിക്കണം? പ്രധാനമായും കേരള സർവകലാശാലയിലെ പ്രതിഷേധം, അത് SFIയുടെ നേതൃത്വത്തിൽ മോഹൻ കുന്നുമേലിനെതിരെ ആയിട്ടുള്ള പ്രതിഷേധം അത് ഇന്നും ഉയർന്നേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് മോഹൻ കുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായി ഉണ്ടാവും. ഒപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയുള്ള വന്ദേ മാതരം, BJPയുടെ വന്ദേ മാതര സദസ്സ്, അത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം കാനം സ്മരണികയുടെ പ്രകാശനം MN സ്മാരകത്തിൽ നടക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വമാണ് ഇത് നിർവഹിക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് ആലപിച്ചുകൊണ്ട് ഓണം തീം സോങ് പുറത്തിറങ്ങുകയാണ്. അതിൻ്റെ ലോഞ്ച് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നുണ്ട്. ആ പരിപാടികളാണ് ഇന്ന് തിരുവനന്തപുരം റീജിയനിൽ പ്രധാനമായും ഉള്ളത്. ഒപ്പം തന്നെ കൊല്ലത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് BJPയുടെ വന്ദേ മാതര സദസ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി നടക്കുന്നത്. ചിന്നക്കടയിൽ നടക്കുകയും ചെയ്യും. BJPയുടെ നിയമസഭാ കക്ഷി നേതാവും ചാത്തന്നൂർ MLA കൂടിയായിട്ടുള്ള BB ഗോപകുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പത്തനംതിട്ടയിലേക്ക് എത്തിയ പത്തനംതിട്ട കുമ്പനാട് വയോധികയും മകനും അതുപോലെ തന്നെ മകൻ്റെ പെൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പടക്കം ഇന്ന് നടക്കുന്നുണ്ട്. കുമ്പനാട് സ്വദേശിയായിട്ടുള്ള പൊന്നമ്മയാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകനായ ടിജോ തോമസ്, സുഹൃത്ത് റിൻസി എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ തെളിവെടുപ്പടക്കം ഇന്ന് പത്തനംതിട്ടയിൽ നടക്കും. മറ്റ് പ്രധാന വാർത്തകൾ പ്രധാനമായും തിരുവനന്തപുരം റീജിയൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാന വാർത്തകൾ ഇവയൊക്കെയാണ്. ശരി രജിത്ത്. എന്തായാലും രജിത്തിനും തിരുവനന്തപുരം ബ്യൂറോയ്ക്കും ഓടി നടന്ന് പണിയെടുക്കാനുള്ള സാധ്യതകളൊക്കെയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ മധ്യ കേരളത്തിൽ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? ഓണാഘോഷ അതിൻ്റെ അതിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായതുകൊണ്ട് തന്നെ ഓഫീസുകളിലും സ്കൂളുകളിലൊക്കെ ഓണാഘോഷം ആണ്. പല സ്കൂളുകളും ഇന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ദിവസമാണ്. അത് ജില്ലകളിലെ എല്ലാ സ്ഥലത്തും ആ രീതിയിൽ തന്നെയാണ് പ്രധാനമായൊരു ഷെഡ്യൂൾ എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട 2 പരിപാടികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അദ്ദേഹം അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വീടുകളുടെ താക്കോൽദാനമാണ്. നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിറ്റ് ലഭിച്ച ശേഷമുള്ള ആദ്യ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അത്
അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി. മറ്റൊന്ന്, ജില്ലയിലെ എല്ലാ ജില്ലകളിലും ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട സദസ്സുകളെല്ലാം തന്നെ BJP സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ആലപ്പുഴ വള്ളംകളിയുടെ ഒരു ആവേശ തിമിർപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നേരത്തെ സൂചിപ്പിച്ച പരിപാടികൾ മാത്രമാണുള്ളത്. ഇടുക്കിയിലാണ് മറ്റൊരു സുപ്രധാന പരിപാടികളുള്ളത്. ഒന്ന്, സണ്ണി ജോസഫ് അവിടേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ വൈദ്യുതി പ്രതിസന്ധി, സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ ഇടുക്കിയിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇടുക്കി ജില്ലയിലുണ്ട്. അതിൽ 2 പരിപാടികളാണ് പിണറായിക്കുള്ളത്. ഒന്ന്, കർഷക സംഘത്തിന്റെ പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന ദേവപ്രിയ, അതായത് നമുക്കറിയാം സ്കൂൾ മീറ്റിൽ കണ്ട ദേവപ്രിയ, ആ ദേവപ്രിയയ്ക്ക് CPM വീട് വെച്ച് നൽകുമെന്ന് പറയുന്നു. ആ വീടിന്റെ താക്കോൽ ദാനവും പിണറായി വിജയൻ നിർവഹിക്കും. ഇങ്ങനെ വിവിധ പരിപാടികൾ ഇത്തരത്തിലുണ്ട്. എന്തായാലും സുപ്രധാന പരിപാടികൾ മുഖ്യമന്ത്രിയുടെയാണ്. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ നിലവിൽ സംസ്ഥാനത്ത് നിൽക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ശരി പ്രശാന്ത്, ഇനിയിപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ അരവിന്ദൻ, എന്തൊക്കെ നമ്മൾ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം? ഇപ്പോൾ മഴയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? മായ, ഐശ്വര്യ, മലപ്പുറത്ത് മലബാറിൽ പൊതുവെ ശാന്തമായ അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. പക്ഷേ പൊതുപരിപാടികൾ ഇപ്പോൾ ഓണത്തിൻ്റെ മൂഡിലേക്ക് വടക്കൻ കേരളവും മാറിക്കഴിഞ്ഞു. അതിൽ തന്നെ പൊതുപരിപാടികൾ വളരെ കുറവാണ്. പക്ഷേ പ്രധാനപ്പെട്ട 2 പരിപാടികൾ മലപ്പുറത്തും കോഴിക്കോടുമായി നടക്കുന്നുണ്ട്. മലപ്പുറത്ത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 പരിപാടികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വണ്ടൂരിലാണ്. കോൺഗ്രസ് നേതാവായ ഈ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന നേതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇതിൽ ആദ്യത്തേത്. അതിനുശേഷം പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ കോളേജിലും അതിനുശേഷം കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മറ്റൊരു സുപ്രധാനമായ കാര്യം കോഴിക്കോടാണ്. കോഴിക്കോട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട CPMന്റെ പ്രതിരോധമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ED റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CPMന്റെ പ്രതിരോധം മാവൂരിൽ നടക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച വാർത്തകളും നമുക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളത്, കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലി ചത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, മലപ്പുറത്ത് തന്നെ ദളിത് വിദ്യാർത്ഥി അനഘയുടെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി അനഘ സംസാരിച്ചിരുന്നു. രേഖാമൂലം ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാമെന്ന് അനഘ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു ജില്ലകളിൽ പ്രധാനമായും ഓണ ആഘോഷ പരിപാടികളാണ് ഉള്ളത്. ശരി, അതെന്തായാലും രജിത്തും പ്രശാന്തും അരവിന്ദനുമാണ് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെയും വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഓണം മൂഡിലേക്ക് കടന്നു. സംസ്ഥാനം 2 ദിവസമായി ഓണം മൂഡിലേക്കാണ്. എല്ലാ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും വിദ്യാലയങ്ങളും സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഓണപരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണമായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോകത്ത് എന്ത് നടക്കണം എന്ന് അറിയേണ്ടതുണ്ട്. കണക്റ്റിംഗ് വേൾഡ്. തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളുമായി പോയ കാമറൂൺ പതാകയുള്ള ചരക്കു കപ്പൽ സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ റാഞ്ചിയതായി റിപ്പോർട്ട്. കപ്പലിൽ 10ഓളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. തുർക്കിയുടെ ഉടമസ്ഥതയിലുള്ള 2 കപ്പലുകൾ ഇതിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. തുർക്കിയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും നിരീക്ഷണം തുടരുകയാണ്. അതേമായ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് പോവുകയാണെങ്കിൽ 35 വർഷത്തിന് ശേഷമാണ് വോട്ടെടുപ്പിലൂടെ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു പ്രസിഡന്റിനെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനവർ എടുത്തത് 35 വർഷമാണ്. അതെ, അത് തന്നെയാണ്. എന്തായാലും ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി മിർസ ഫക്രുൽ ഇസ്ലാം അലംഗീർ ഇന്ന് അധികാരമേൽക്കും. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി സ്ഥാനാർത്ഥിയായ അലംഗീർ 255 വോട്ടുകൾ നേടിയപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഒലി അഹമ്മദിന് 88 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. 35 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിഡന്റ് പദവിയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പെറുവിലുണ്ടായ ശക്തമായ ഭൂചലനമാണ്. എന്തായാലും ആ ഒരു ഭൂചലനത്തിൽ റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അയാക്കൂച്ചോ മേഖലയിലെ ഉബാഹു വാച്ചോയ്ക്ക് സമീപമാണ് ഉണ്ടായത്. അതേസമയം ആശ്വാസകരമായ ഒരു കാര്യം, ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
മായ, നമുക്കിനി കായിക വാർത്തകൾ നോക്കാം അല്ലേ? അതെ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സെമി ലക്ഷ്യമിട്ട് ഇന്ത്യ. വനിതാ ഡബിൾസിൽ ട്രീസ ഗായത്രി സഖ്യത്തിനും പുരുഷ ഡബിൾസിൽ ചിരാഗ് സ്വാതിക് സഖ്യത്തിനും ഇന്ന് ക്വാർട്ടർ പോരാട്ടമാണ്. പ്രീ ക്വാർട്ടറിൽ 7ാം സീഡായ ജപ്പാൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ക്വാർട്ടറിൽ കടന്നത്. ചൈനയാണ് ഇന്ത്യ ഇന്ന് നേരിടുക. പുരുഷ ഡബിൾസിൽ മലേഷ്യൻ ജോഡിയെയാണ് ചിരാഗ് സാത്വിക് ജോഡി പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ച് ഹോക്കി ലോകകപ്പിന്റെ 2ാം റൗണ്ടിൽ കടന്ന് ഇന്ത്യൻ വനിതകൾ. 60 മിനിറ്റ് നീണ്ട മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച ഇന്ത്യക്ക് ആദ്യ ക്വാർട്ടറിൽ 3 പെനൽറ്റി കോർണറുകൾ ലഭിച്ചു. 4 ടീമുകൾ ഉൾപ്പെട്ട 2ാം റൗണ്ടിൽ ഗ്രൂപ്പിൽ ഇന്ത്യയ്ക്കൊപ്പം ചൈന, ഓസ്ട്രേലിയ, നെതർലൻഡ്സ് ടീമുകളാണ് ഉള്ളത്. ആദ്യ മത്സരം ഇന്ന് രാത്രി 9:30 നെതർലൻഡ്സിനെതിരെയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ട്രിവാൻഡ്രം റോയൽസും ആലപ്പി റിപ്പിൾസും തമ്മിൽ ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരം. 2ാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 മുതലാണ് മത്സരങ്ങൾ നടക്കുക. മായ, നമ്മളിന്ന് ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ്. ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമുക്ക് ഇന്ന് ഉള്ളത്. എന്തായാലും സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ ക്രമസമാധാന ചുമതല ഇനി വനിതാ SHOയ്ക്കാണ്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഇടുക്കി കട്ടപ്പന സ്വദേശിനിയായ കൃഷ്ണപ്രിയ ഉണ്ണി ചുമതലയേറ്റു. കൃഷ്ണപ്രിയ ഉണ്ണിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. MC ബോബനുമായി കൃഷ്ണപ്രിയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമുക്കിനി അത് കാണാം. കിഴക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൻ്റെ ക്രമസമാധാന പാലനം ഇനി വനിതാ SHOയ്ക്ക്. ഇവിടെ SHO ആയി നിയമിതയായിരിക്കുന്നത് കൃഷ്ണപ്രിയ ഉണ്ണിയാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശിനി കൂടിയാണ്. കൃഷ്ണപ്രിയ ഉണ്ണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. അമൃത വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, സാധാരണ പെൺകുട്ടികൾ ഒരു പോലീസ് ടെസ്റ്റിലേക്ക് വരുന്നത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു പോലീസ് ആകാൻ തീരുമാനിച്ചത്? പണ്ട് തൊട്ട് യൂണിഫോം പോസ്റ്റ് ഇഷ്ടമായിരുന്നു. പോലീസുകാരെ കാണുമ്പോഴെല്ലാം ഒരു സന്തോഷം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുമ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, PSC കോച്ചിങ്, അച്ഛൻ PSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോയി, അങ്ങനെ പഠിത്തം തുടങ്ങി. അങ്ങനെ എക്സാം വന്നു. കറക്റ്റ് കൊറോണയായിപ്പോൾ എക്സാം ഒത്തിരി ഡിലേ ആയി. പിന്നെ പഠിച്ചു. അപ്പോൾ ഈ എക്സാം വന്നു, എഴുതി, അങ്ങനെ കിട്ടി. ഈ സാധാരണ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരവസ്ഥയല്ല പോലീസ് സേനയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂണിഫോമിനോട് വലിയ താല്പര്യം, ആരാധനയൊക്കെ തോന്നാം. പക്ഷേ പോലീസ് ആയിക്കഴിഞ്ഞപ്പോൾ ഈ പുറത്തുനിന്ന് കണ്ട ഒരു കാഴ്ചയാണോ? പുറത്തുനിന്ന് കാഴ്ചയല്ല നമ്മൾ കണ്ട ഒരു കാഴ്ചയല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടാണല്ലോ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത്. പക്ഷേ അതല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്നതിൽ നിന്നും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ഫീൽഡ് തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ഫീൽഡ് ആയിരിക്കുകയില്ല ഓരോ പെറ്റീഷൻ വരുന്നതാണെങ്കിലും എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. നമ്മളിന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഫീൽഡാണ്. ഈ ആദ്യത്തെ പോസ്റ്റിംഗ് കണ്ണൂരാണ്. ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല. തൊട്ടടുത്ത് വരുന്നത് മൂന്നാറാണ്. മൂന്നാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ, ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. മൂന്നാറിലെ ഈ ഒരു മാസത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയാണ്. ഒരുപാട് ആൾക്കാരുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതും പല ജില്ലകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അപ്പോൾ തെലുങ്ക് പീപ്പിൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ തോട്ടം മേഖലയാണ്. തോട്ടം തൊഴിലാളികൾ, തമിഴ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതും ഡീൽ ചെയ്യാൻ കുറച്ച് പാടുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് ആളുകൾ വരിക എന്ന് പറയുന്നത് പുതിയ കുട്ടികൾക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്. കഴിഞ്ഞ ദിവസം ഉപ്പുതറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഡോക്ടറായി ചാർജ് എടുക്കുന്നു. ഇപ്പോൾ കട്ടപ്പന സ്വദേശിനി മൂന്നാറ്റിൽ SHO ആകുന്നു. എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷനായി മാറിയില്ലേ? പുതിയ കുട്ടികൾ വരട്ടെ, ഇല്ല കുട്ടികളും പുതിയ പുതിയ ഫീൽഡുകളിലേക്ക് വരട്ടെ. അത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരുന്നുകൊണ്ടിരുന്നത് പുറത്തെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി ഇടുക്കിക്കാർ തന്നെ വരട്ടെ ഇടുക്കി സ്ഥാപനങ്ങളിലേക്ക്.
വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഉണ്ണി സാറിനെ എനിക്ക് ദീർഘകാലമായി അറിയാവുന്ന ആളാണ്. PSC കോച്ചിങ്ങിലൂടെ ഒരുപാട് പേർ കുട്ടികൾക്ക് ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് വഴികാട്ടി കൊടുത്ത ഒരാളാണ്. എങ്കിലും എങ്ങനെയുണ്ട് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്? വീട്ടിൽ നിന്ന് വളരെ സപ്പോർട്ടാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തി, ഹസ്ബൻഡ്, എല്ലാവരും. ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പം രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. 2 ജില്ലകളിലാണ് ഞങ്ങൾ രണ്ടുപേരും. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. മൂന്നാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയം ഓണക്കാലമാണ്. പ്രത്യേകിച്ച് ട്രാഫിക് തന്നെ ഒരു വലിയ വിഷയമാണ്. ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഓണം വരുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പാടാണ്. കാരണം എല്ലാവർക്കും വെക്കേഷനുള്ള സമയമാണ്. എല്ലാവരുടെയും ആദ്യത്തെ തന്നെ ഒരു ഓപ്ഷനാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് മൂന്നാർ. അപ്പോൾ എല്ലാവരും ആദ്യം ചൂസ് ചെയ്യുക മൂന്നാറാണ്. അപ്പോൾ ഒത്തിരി പേര് വരും. വണ്ടികൾ അതുപോലെ തന്നെ. ട്രാഫിക് നമ്മുടെ ഒരു ചെറിയ ടൗണാണ്, നമുക്ക് ഡീൽ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മളെന്നാലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ മൂന്നാറിൻ്റെ, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനായ മൂന്നാറിൻ്റെ SHO ആയി എത്തുന്നു. ക്രമസമാധാന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നു. ഏറെ സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും. അമൃത വാർത്തകളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. നന്ദി. എന്തായാലും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദവി തന്നെയാണ്. ഓരോ ദിവസവും വെല്ലുവിളികൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റും കൂടിയാണ്. അപ്പോൾ കൃഷ്ണപ്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതെ മായ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണപ്രിയക്കൊക്കെ ജോലി കൂടുന്നൊരു സമയമാണ്. കാരണം ഓണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഓണവിശേഷങ്ങളിലേക്ക്. ഈ ഓണത്തിൻ്റെ പ്രധാന ആകർഷണം എന്നൊക്കെ പറയുന്നത് പൂക്കളത്തിന് പുറമെ മാവേലി കൂടിയാണല്ലോ. അപ്പോൾ ഈ മാവേലി കൂടി വരുമ്പോൾ ഈ ഓണം കളറാക്കാൻ പല പല വഴികളൊക്കെയാണ് ഓരോരുത്തരും ക്ലബ്ബുകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് നമുക്കിനി നോക്കാനുള്ളത്. അതായത് ഈ ഓണം കളറാക്കാൻ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകളിൽ അത് പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് കുണ്ടൻകുഴിയിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ മാവേലിക്കൊപ്പം കൂട്ടത്തോടെ വനിതകളാണുള്ളത്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് അത് കാണാം. അത്തം പിറന്നതോടെ ഓണാഘോഷത്തിന്റെ ആരവം തീർത്ത് കുണ്ടൻകുഴി ഗ്രാമത്തിന്റെ പല വഴികളിലൂടെ മാവേലിയും സംഘവും ഓണാശംസകൾ നേർന്നുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. കുണ്ടൻകുഴി പയസിനി ക്ലബ്ബ് നേതൃത്വത്തിൽ ഓണം വർണ്ണാഭമാക്കാൻ 3 മാവേലിയാണ് ഇത്തവണയുള്ളത്. അതിലൊരു മാവേലിക്കൊപ്പം ഓണപ്പാട്ടും പാടി നിരവധി സ്ത്രീകളാണ് കൂടെയുള്ളത്. വീട്ടുമുറ്റങ്ങളിലേക്ക് മാവേലി എത്തുമ്പോൾ കാഴ്ചയിൽ കൗതുകം നിറയുകയാണ്. അത്തം പിറന്നതോടെ മാവേലി നാട്ടിലിറങ്ങി. എന്നാൽ കുണ്ടൻകുഴിയിലെ മാവേലി അല്പം വ്യത്യസ്തമാണ്. ഇതിലൊരു വെറൈറ്റി ഉണ്ട്. മാവേലിയുടെ യാത്ര ഒരുപാട് വനിതകളും ഒത്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വെറൈറ്റി കാണാം. അതായത് കുണ്ടൻകുഴിയിൽ പയസിനി ക്ലബ്ബ് അതിൻ്റെ 30ാം വാർഷിക ആഘോഷത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഓണത്തിന് മാവേലി ഇറക്കിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഒരു ലേഡി മാവേലിയാണ്. ആ ലേഡി മാവേലിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത് കിട്ടുന്നതിനുള്ള ഒരു ആഗ്രഹവും താല്പര്യം ഉണ്ടായിരുന്നു? ആഗ്രഹവും താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബശ്രീ സംഘം ക്ലബ്ബ് എല്ലാവർക്കും ഒരു കൊല്ലത്തിൽ 2 മാവേലിയാണ് ഉണ്ടായാലും പുരുഷന്മാരെ. അപ്പോൾ ഇപ്രാവശ്യം വനിതാ മാവേലി കൂടി വരണമെന്ന് അവർക്ക് ഭയങ്കര ഒരു താല്പര്യം. അങ്ങനെ എന്നോടൊന്ന് ചോദിച്ചു. എല്ലാവരും പറയുമ്പോൾ ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. സന്തോഷം, വളരെ സന്തോഷമാണ്. എല്ലാവരും സഹായവും സഹകരണം എല്ലാം ഉണ്ട്. നല്ല പ്രോത്സാഹനമുണ്ട്. ഇപ്പോൾ വനിതകൾ തന്നെ ഉള്ളത്. എല്ലാവരും നല്ല സഹായം. ഓണത്തിന്റെ ഒരു വൈബിലേക്ക് എത്തിയല്ലേ കുണ്ടൻകുഴി? നിങ്ങളെല്ലാവരും താല്പര്യം? എല്ലാവർക്കും നല്ല താല്പര്യം. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ 5-6 വീട് പോയി. ഇനിയിപ്പോൾ പോകാനുണ്ട്. എത്ര ദിവസം ഉണ്ടാവും ലേഡി മാവേലി? ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഈ ഒരു വെറൈറ്റി മാവേലി. 3 മാവേലി ഉണ്ട് കുണ്ടൻകുഴിയിൽ പയസിനി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ലേഡി മാവേലി ഒത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്താ പേര്? രജിത പിക്ക്. വീട് മാവനിക്കല്ല്. ബെഡെടുക്ക ഫാമസി ബാങ്കിൽ കളക്ഷൻ ഏജൻ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഭർത്താവ് ടൈലർ, മക്കൾ പഠിക്കുന്നത് 2 പേര്. എന്തായാലും വലിയൊരു ഓണാഘോഷത്തിനാണ് പയസിനി ക്ലബ്ബ് ഇത്തവണ നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 500ഓളം പേർക്കുള്ള ഓണസദ്യയോട് കൂടിയിട്ടാണ്, കൊട്ടിക്കോളൂ, ഓണസദ്യയോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ പയസിനി ക്ലബിൻ്റെ ഓണാഘോഷം. അതിനെ ഒന്ന് വ്യത്യസ്തമാക്കുന്ന, കളറാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ
കുണ്ടംകുഴിയിലെ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് കാണുന്നത്. ലേഡി മാവേലിയുമൊത്തുള്ള ഓണം വൈബാക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. എന്തായാലും അനൂപ് ഇപ്പോൾ ഓണം വൈബിലാണ് ഉള്ളത് ലേഡി മാവേലിക്കൊപ്പം. മായ, ഈ നമ്മൾ ലേഡി മാവേലിക്ക് കണ്ടു, കുഞ്ഞുനാളിൽ എപ്പോഴെങ്കിലും മാവേലിയായിട്ടോ എന്തെങ്കിലും വേഷം കെട്ടിട്ടുണ്ടോ? ഇല്ല, മാവേലിയായിട്ട് വേഷം കെട്ടിയിട്ടില്ല. എന്തായാലും എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. കാരണം ഇനിയിപ്പോൾ കുടവയറൊക്കെയുള്ള മാവേലിയെ തപ്പിയൊന്നും അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. കാരണം ആഘോഷത്തിന് ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാം. ഇനി ഈ ഇവിടുത്തെ ഈ കാസർഗോഡുകാരെ പോലെ പലയിടത്തും ഇതുപോലെ ആളെ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ മാവേലിയായിട്ട് ഇറങ്ങുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഓണം വൈബ് കളറാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാം. അത്തരത്തിലൊരു മാതൃകയാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് കണ്ടത്. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു അത്. നമുക്ക് വഴികാട്ടിയായ പ്രിയപ്പെട്ടവർ വാർദ്ധക്യത്തിൽ ശാരീരികമായും മാനസികമായും എത്രത്തോളം സുരക്ഷിതരാണ്? അവർക്ക് തണലേകാൻ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? അമൃത വാർത്തകളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇക്കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അമൃത ന്യൂസ് ക്യാമ്പയിൻ നൽകാം സ്നേഹക്കൂട്ട്. വയോജനങ്ങൾക്ക് അവരവരുടേതായ ഇടങ്ങൾ അത്യാവശ്യമാണ്. വളരെ വേഗം വളരുന്ന കൊച്ചി പോലുള്ള നഗരത്തിൽ ഇപ്പോഴും പലപ്പോഴും വയോജന സൗഹൃദ ഇടങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാറില്ല. കൊച്ചി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ സീനിയർ സിറ്റിസൺ റീക്രിയേഷൻ ക്ലബ്ബ് അതിനാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ മാതൃക എല്ലായിടത്തും പിന്തുടരണമെന്നാണ് ക്ലബ്ബ് അംഗങ്ങളുടെ ആവശ്യം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 35ഓളം പേരാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ സിറ്റിസൺ റിക്രിയേഷൻ ക്ലബ്ബ് അംഗങ്ങൾ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവർ ചങ്ങമ്പുഴ പാർക്കിൽ ഒത്തുചേരുന്നു. ക്യാരംസ് കളിയും ചെസ്സുമാണ് പിന്നീടുള്ള പരിപാടി. ഇടയ്ക്ക് ചില പലഹാരപ്പൊതികൾ തുറന്ന് പരസ്പരം പങ്കുവയ്ക്കുന്നു. 6 മണി മുതൽ രാത്രി 9 മണി വരെ തമാശകളും പൊട്ടിച്ചിരികളുമായി ഇവർ ഇവിടെ സമയം ചെലവഴിക്കും. ഈ റിക്രിയേഷൻ ക്ലബിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാരംസ് കളിയാണ്. വൈകിട്ട് 4:30 തുടങ്ങും. രാത്രി ഒരു 8:30 വരെ ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഐ മേ ബി ദി സീനിയർ മോസ്റ്റ് 85 ആകാൻ പോകുന്നു. 20 വർഷമായി ചങ്ങമ്പുഴ പാർക്കിൽ വയോജന ക്ലബ്ബ് സജീവമാണ്. കോവിഡ് കാലത്ത് മാത്രമാണ് പ്രവർത്തനങ്ങൾ നിന്നുപോയത്. എല്ലാ വിശേഷ ദിവസങ്ങളും ചെറിയ തോതിലെങ്കിലും ഇവർ ആഘോഷിക്കുന്നു. ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബ്ബ് അംഗങ്ങൾ. ഓണത്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ചെറിയ രീതിയിലുള്ള മത്സരങ്ങൾ നടത്താറുണ്ട്. ഈ ക്യാരംസ് ടൂർണമെൻറ്റ് നടത്താറുണ്ട്. ഞങ്ങൾ വാർഷികത്തിൽ നടത്താറുണ്ട്, ഇതിലും നടത്താറുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ആ സമയങ്ങളിൽ പ്രത്യേകം അവരെ നമ്മൾ അനുമോദിക്കുകയും പിന്നെ നമുക്ക് അവർ പൂച്ചെണ്ട് കൊടുത്ത് അവർ സ്വീകരിക്കുകയും ചെയ്യുക. വരാൻ പറ്റാത്തത് സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. GCD ആണ് വയോജനങ്ങൾക്കായി പ്രത്യേക കെട്ടിടം ഒരുക്കിയത്. ഇവിടെയാണ് കളിയും കഥ പറച്ചിലും. വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് മരുന്നിനേക്കാൾ ഫലം ചെയ്യുക ഇത്തരം കൂട്ടായ്മകളും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഇടങ്ങളുമായിരിക്കും. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചങ്ങമ്പുഴ പാർക്കിലെ വയോജന ക്ലബ്ബ്. ഇവർക്ക് പ്രായം 60 അല്ല, വെറും 15 16 മാത്രം. ഇപ്പോഴും കൗമാരത്തെ കൂടെ കൂട്ടുകയാണിവർ. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. മായ, നമുക്ക് ഇന്നത്തെ ഈ ഒരു വാർത്താ നേരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മൊത്തം സ്ത്രീ സൗഹൃദമാണ് അല്ലെ. കൃഷ്ണപ്രിയ ആണെങ്കിലും അതുപോലെ തന്നെ ലേഡി മാവേലി ആണെങ്കിലും മൊത്തത്തിലൊരു സ്ത്രീ ശാക്തീകരണം അല്ലേ. അതെ അതെ. നമുക്കിനി നോക്കാനുള്ളത് വനിതകളുടെ ഒരു ഫിറ്റ്നസിനെ കുറിച്ചാണ്. അതായത് ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകാൻ മടിക്കുന്ന വീട്ടമ്മമാർ ഇനി ആ മടി അങ്ങ് ഉപേക്ഷിക്കുക. ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി വരും. ആലപ്പുഴയിലെ വനിതാ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ വിശേഷങ്ങൾ കാണാം. തിരക്കേറിയ ജീവിതത്തിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ പലപ്പോഴും വീട്ടമ്മമാർക്ക് സാധിക്കാറില്ല. ഒരുപക്ഷെ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകാനുള്ള മടിയാണ് വീട്ടമ്മമാരെ ഇത്തരത്തിലേക്ക് പിന്തിരിപ്പിക്കാനുള്ളൊരു കാരണം. ഇതിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാകുകയാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെൻ്റർ. ചേച്ചി, എന്താണ് ഈ ഒരു രംഗത്തേക്ക് വനിതകൾ എത്തേണ്ട ഒരു ആവശ്യകത, അല്ലെങ്കിൽ
അവർ പല ഘട്ടങ്ങളിലും പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കൂടുതൽ വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? എന്താ? അതായത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഡെലിവറി, പ്രത്യേകിച്ച് ഒരു ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് കാൽസ്യക്കുറവ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിധി വരെ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാൽസ്യക്കുറവ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻ. 30 വയസ്സ്, പണ്ട് കാലങ്ങളിൽ ഒരു 50 വയസ്സ് മുകളിലാണ് ജോയിൻറ്റ് പെയിൻ, സന്ധിവേദന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ സ്ത്രീകൾക്ക് തുടങ്ങും. ഒരു പരിധിവരെ തടയാനായിട്ട് നമുക്ക് ഈ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്. അപ്പം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അസ്ഥിയുടെ ബലം കുറയുക. അപ്പോൾ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് തെന്നി വീഴുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴോ അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സംഭവിക്കാം. അസ്ഥി ക്ഷയിക്കുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും, മസിലിൻ്റെ ബലം കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതിനുള്ള പ്രധാന ഒരു പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബോൺ ഡെൻസിറ്റി കൂടും, അസ്ഥിയുടെ സാന്ദ്രത വളരെ കൂടും, അതിനോടൊപ്പം തന്നെ മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പം ഈ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ഒരു പരിക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതുപോലെ ഇത് മാത്രമല്ല വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ഇപ്പോഴത്തെ വനിതകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് PCOD അല്ലെങ്കിൽ PCOS. ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇപ്പം എവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പം സന്ധിവേദന അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിൻ, ഇങ്ങനെ നമ്മളൊരു ഡോക്ടറെ അടുത്തൊരു കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഡോക്ടർമാർ കൂടുതൽ ഇപ്പം ഏകദേശം ഒരു 50% ഡോക്ടർമാർ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ 50 വയസ്സിന് മുകളിലുള്ളത്, അത് ആണായാലും പെണ്ണായാലും സ്പെഷ്യൽ പോപ്പുലേഷൻ കാറ്റഗറികളാണ് ഇവർ ഉൾപ്പെടുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്, പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി പലർക്കും ഇന്ന് ജോയിൻറ്റ് പെയിൻ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിൻ എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഗൈനക്കോളജി ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. PCOSന് ചെല്ലുന്നവർക്ക് അവർ പറയുന്നത് ഡയറ്റ് എടുക്കുക, അതുപോലെ തന്നെ മരുന്ന് കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ. വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെയൊന്നും ക്യൂറബിൾ അല്ല, PCOS എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂറബിൾ അല്ല, നമുക്കൊരു കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. 30 വയസ്സിന് മുകളിലോട്ട്, എസ്പെഷ്യലി ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വീട്ടമ്മമാർ മടിച്ചു നിൽക്കാതെ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് ഫിസിക്കൽ ട്രെയിനർ കൂടിയായ അമ്പിളിയും നമ്മളോട് പങ്കുവെക്കുന്നത്. ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഐശ്വര്യ, ഓണാഘോഷത്തിനൊപ്പം അതേ ഒരു ആവേശത്തിനൊപ്പം കിടപിടിക്കുന്നതാണ് വള്ളംകളി ആവേശം എന്ന് പറയുന്നത്. വള്ളംകളിക്ക് പ്രത്യേക ഫാൻ ബേസ് കൂടിയുണ്ട്. അതെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആവേശത്തുഴയെറിയാൻ ക്ലബ്ബുകളും ആരവം മുഴക്കാൻ വള്ളംകളി പ്രേമികളും ആതിഥ്യത്ത് മരുളാൻ പുന്നമടയും അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കാണികളിൽ ആവേശം നിറച്ച് 72ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. ശക്തമായ പോരാട്ടം നടക്കുന്ന ഇക്കുറി ജലരാജാവ് ആരാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ജലോത്സവ പ്രേമികൾ. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ, കഠിനമായ പരിശീലനം, സ്വപ്നങ്ങളും പ്രതീക്ഷകളും തുഴയിലേക്ക് ആവാഹിച്ച് അവർ പോരിനിറങ്ങുകയാണ്. പോയ വർഷം പിന്നിലായി പോയവർക്ക് ഇത്തവണ പ്രതികാരത്തിന്റെയും കണക്കുതീർക്കലുകളുടെയും അവസരമാണെങ്കിൽ മുന്നിലെത്തിയവർക്ക് ഇത് മികവ് തുടരുവാനുള്ള പരീക്ഷണമാണ്. വിവിധ വിഭാഗങ്ങളിലായി ചെറുതും വലുതുമായ 71 വള്ളങ്ങളാണ് മത്സരത്തിനിറങ്ങുക. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം 22 വള്ളങ്ങൾ തുഴയെറിയും. 11 മണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം. ഉച്ച കഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ഇതിൽ 3 ഹീറ്റ്സുകളിൽ കരുത്തന്മാർ തമ്മിൽ കൊമ്പുകോർക്കുന്നു എന്നത് ഇത്തവണത്തെ പോരാട്ടം കടുപ്പിക്കുമെന്ന് ഉറപ്പ്. ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം.
1 വർഷം നീണ്ട കാത്തിരിപ്പ് അവിടെ അവസാനിക്കും. പുന്നമടയിലെ ഓളങ്ങളെ കീറിമുറിച്ച് ആരാകും നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ട്രോഫിയിൽ മുത്തമിടുക? കായലിന്റെ ആഴങ്ങളിൽ മുങ്ങിയും ഇരുകരകളിലും ഇമജിമ്മാതെ കണ്ണെറിഞ്ഞും ഒരു ജനതയാകെ കാത്തിരിക്കുകയാണ് ആ ജലരാജാവിനായി. അമൃത ന്യൂസ്, ആലപ്പുഴ. എന്തായാലും ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നിരവധി വാർത്തകളുടെ അപ്ഡേഷനുകളൊക്കെ വരും മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CMR ലെക്സാലോജിക്ക് ഇടപാടായിക്കോട്ടെ, മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പായിക്കോട്ടെ, അതിൽ പ്രതികരണങ്ങളും മറ്റുമൊക്കെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ അപ്ഡേഷൻസ് ഒക്കെയും നമുക്ക് അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.